ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പം നമ്മൾ കേൾക്കുന്നൊരു വേർഡാണ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എന്താണ് ഇതെന്ന് ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്ക് ഡോക്ടർ ജോസഫ് മുറിങ്ങിൻ്റെ ബുക്കാണ്. ഇതിൽ പക്ഷേ ഒരു എക്സാമ്പിളൊക്കെ അടക്കം നല്ല കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്. അതിൽ പറയുന്നത് നമ്മളൊരു ഷിപ്പ് സങ്കല്പിക്കുക. ഷിപ്പിലെ ക്യാപ്റ്റൻ ആയിരിക്കും എങ്ങോട്ടാണ് പോകേണ്ടത്, ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങളായിരിക്കും മറൈൻ എഞ്ചിനീയേഴ്സ് ഫോളോ ചെയ്യുക. അതനുസരിച്ചിട്ടായിരിക്കും ഷിപ്പ് മൂവ് ചെയ്യുക. ഷിപ്പിൻ്റെ ഡയറക്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. മീൻസ് ഇപ്പം ക്യാപ്റ്റൻ ഒരു ഫോഴ്സ് ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഷിപ്പ് ഡയറക്റ്റ് ആവുന്നത് റോങ് പാത്തിലേക്കായിരിക്കും. ഓക്കെ, ഈ ഒരു ഷിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിലെ ക്യാപ്റ്റനാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. അഥവാ നമുക്ക് ഈ നമ്മൾ ചിന്തിക്കുന്നതില്ലേ, അതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ്. ഓക്കെ, ആ ചിന്തയ്ക്കനുസരിച്ച് ഉണ്ടാകുന്ന നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങൾ അത് നിയന്ത്രിക്കുന്നത്, നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി ലീഡ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് വഴിയാണ്. ഓക്കെ, ഇപ്പം എനിക്ക് ഐ കാൻ ഡു ഇറ്റ്, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫെയിലാവും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്കായിരിക്കും ലീഡ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും നമ്മൾ റോങ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. റോങ് ഇൻഫർമേഷൻ നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായിരിക്കും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ടാവും. നമ്മളിപ്പം എന്തെങ്കിലും കാര്യം ഞാൻ ഫെയിലാവും, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയോ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അഥവാ നമ്മൾക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ആ കോൺഫിഡൻസ് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റേജ് കയറി പ്രസംഗിക്കുന്ന കാര്യം, ഒരു എക്സാമ്പിൾ അത് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ, സ്റ്റേജ് കയറി പ്രസംഗിക്കാൻ പോവാം. അപ്പം നമ്മൾക്ക് നോക്കി എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, ആ ഒരു തോട്ട് നമ്മുടെ ബോഡീനെയും കൂടെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഷിവർ ചെയ്യുന്നു, വേർക്കുന്നു, അതൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറില്ലേ. സോ ഇതൊക്കെ നമ്മുടെ തോട്ടിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. അഥവാ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, സോ നമുക്ക് നല്ലത് സംഭവിക്കും. നമ്മൾ ഈവിളാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഈവിൾ സംഭവിക്കും. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ മീൻസ് നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലരൊക്കെ വന്നിട്ടോ ചിലരുടെ മീൻസ് ഇപ്പം ഒരാൾ ഫ്യൂച്ചർ പ്രവചിക്കുക, ആ ഫ്യൂച്ചർ പ്രവചിക്കുന്ന ഒരാൾ റോങ് ആയിട്ട് പ്രവചിച്ചു. അത് ചിലപ്പോൾ അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് സംഭവിക്കും എന്ന് അയാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് സംഭവിക്കും. അത് ആ പറഞ്ഞ ആളുടെ ഇതുകൊണ്ടല്ല, ശരിക്കും നമ്മുടെ തോട്ടാണ്. നമ്മളതിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതൊന്നുമല്ല, ഇതൊന്നും ഇതിൻ്റെ തോട്ടിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളത് ഒരിക്കലും അഫക്റ്റ് ചെയ്യത്തുമില്ല. വേറൊരാൾക്കും നമ്മുടെ തോട്ടിനെ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.